ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് സിക് യൂണിറ്റ്, അതിൻ്റെ കോഴ്സസ്, റെമഡിയൽ മെഷേഴ്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു SSI യൂണിറ്റിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് SSI രജിസ്ട്രേഷൻ. SSI മീൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? MSME, ദാറ്റ് മീൻസ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു SSI യൂണിറ്റ്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ മെയിനായിട്ട് പറയുന്നത് ആസ് പെർ MSME Act 2006 ഓൾ എൻ്റർപ്രൈസസ് ആർ എക്സ്പെക്റ്റഡ് to register with the district industry center, that means DIC, of their area and file entrepreneurs memorandum, one for the intentions to start business if manufacturing or services, and file EM2 after starting the production. That means MSME Act പ്രകാരം എല്ലാ എൻ്റർപ്രൈസസും DIC പ്രകാരം അത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ദാറ്റ് മീൻസ് ഏതൊരു സ്ഥലത്താണോ അല്ലെങ്കിൽ ഏതൊരു ഡിസ്ട്രിക്റ്റിലാണോ നമ്മൾ നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് കമ്പൽസറിയാണ്. അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ എൻ്റർപ്രനേഴ്സ് മെമ്മോറണ്ടം, ദാറ്റ് മീൻസ് EMൽ ഫയൽ ചെയ്യുകയും വേണം. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മന്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സ്റ്റാർട്ടിങ് ടു പ്രൊഡക്ഷൻ, അതായത് 2 പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് യൂണിറ്റ് തുടങ്ങി 2 പ്രൊഡക്ഷൻ അല്ലെങ്കിൽ 2 മാനുഫാക്ചറിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് SSIയിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ അതാണ് പറയുന്നത് ആസ് പെർ MSME Act 2006 all enterprises are expected to register with the district industry center of their area. അതായത് നമ്മുടെ ഏരിയ ഏത് ലൊക്കാലിറ്റിയിലാണോ നമ്മുടെ എൻ്റർപ്രൈസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ DICയിൽ, ദാറ്റ് മീൻസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്ററിങ് യുവർ SSI യൂണിറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു SSI യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു SSI യൂണിറ്റ്, ദാറ്റ് മീൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. The main purpose of the registration is to maintain the statistics and maintain a roll of such unit for the purpose of providing incentives and support services. അതായത് SSI എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതിന് മെയിനായിട്ട് ഗവൺമെൻറ് ഒരുപാട് സബ്സിഡീസ്, അതേപോലെ ഒരുപാട് ഇൻസെൻറ്റീവ്സ്, സപ്പോർട്ട് സർവീസസ് ഒക്കെ ഗവൺമെൻറ് ഈ SSI യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവരിലേക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് SSI യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു കണക്കെടുപ്പിൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സൽ വർക്കിനോ കാര്യങ്ങൾക്കോ, അതായത് എത്ര ഇൻഡസ്ട്രീസ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റിലുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക്, അതായത് നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് SSI യൂണിറ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ്, സപ്പോർട്ടിങ് സർവീസസ് ഒക്കെ കറക്റ്റായിട്ട് SSI ഓണേഴ്സിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഈ SSI യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. The state have generally adopted the uniform registration procedure as per the guidelines. അതായത് നമ്മൾ ഒരു SSI യൂണിറ്റ് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു യൂണിഫോം ഉണ്ടായിരിക്കും, അതായത് കറക്റ്റ് ഒരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ അതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ സിഡോ രജിസ്ട്രേഷൻ സ്കീം പ്രകാരമായിരിക്കണം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതായത് എല്ലാ സ്റ്റേറ്റിലും ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ SSI യൂണിറ്റും രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് നടത്താനായിട്ട് ദ മിനിസ്ട്രി ഫോർ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഹാഡ് ഇൻ സെപ്റ്റംബർ 2015 notified Udyog Aadhaar to ensure the ease of registration and wider coverage of MSMEs to avail the benefit under the various schemes of central or state government.
അതായത് പറയുന്നത് ഈ MSME 2015 സെപ്റ്റംബറിൽ ഒരു പോളിസി പ്രൊവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ ഈസിലി നമുക്ക് കവർ ചെയ്യാനും അതേപോലെ തന്നെ MSMEയുടെ വൈഡർ കവറേജ് കിട്ടാനുമായിട്ട് 2015 സെപ്റ്റംബറിൽ MSME ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് ഉദ്യോഗ് ആധാർ. ഉദ്യോഗ് ആധാർ ആണ് MSME ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂ സ്കീം ഫോർ രജിസ്ട്രേഷൻ ഓഫ് SSI യൂണിറ്റ്. ഉദ്യോഗ് ആധാർ ഈസ് എ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കമ്മത്ത് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് MSME സെക്ടർ. അതായത് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതേപോലെ തന്നെ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മത്ത് കമ്മിറ്റിയാണ് ഈ ഉദ്യോഗ് ആധാർ എന്നുള്ള ആശയം നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തത്. Nowadays, Udyog Aadhar Memorandum, that means UAM, can be filed online on the portal created by the Ministry of MSME. അതായത് നമ്മൾക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് MSME ഒരു വെബ് പോർട്ടൽ അടക്കം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഒരു പോർട്ടൽ അടക്കം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് SSI യൂണിറ്റിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകളൊക്കെ ഈസിലി നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ SSI രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. സ്മോൾ ആൻഡ് ആൻസിലറി യൂണിറ്റ് ഷുഡ് സീക്ക് ദ രജിസ്ട്രേഷൻ വിത്ത് ദ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ഓഫ് കൺസേൺ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി യൂണിറ്റ് ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും ഇൻസെൻറ്റീവ്സും ഒക്കെ കറക്റ്റായിട്ട് അവരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ SSI യൂണിറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ SSI രജിസ്ട്രേഷനിൽ പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ഓഫ് SSIയിൽ ഒരു ഉദ്യോഗ് ആധാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം ഓർ UAM. ദാറ്റ് മീൻസ് ഉദ്യോഗ് ആധാർ ഈസ് എ 12-digit unique identification number provided by the Ministry of Micro, Small and Medium Enterprises, Government of India for Small and Medium Enterprises. Beginning in September 2015, it is also known as Aadhaar for the Business. ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാവർക്കും ആധാർ ഉള്ളതാണ്. ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആധാർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ് ഫേമിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ MSME പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഫോമാണ് ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ആധാറിൽ എത്രയാണ്? 16 ഡിജിറ്റിൽ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ആധാർ നമ്പർ. അതേപോലെ തന്നെ ഒരു ബിസിനസ് ഫേം തുടങ്ങുമ്പോൾ ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു സെയിം നമ്പർ ആയിരിക്കുള്ളൂ. അല്ലാണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ള നമ്പർ വേറൊരു ഫേമിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12-digit യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. 12 ഡിജിറ്റുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് MSME, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ MSME ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 സെപ്റ്റംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടത്തിന് പറയുന്ന വേറൊരു പേരാണ് ആധാർ ഫോർ ബിസിനസ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആധാർ. ദാറ്റ് മീൻസ് ആധാർ ഫോർ ബിസിനസ്. The Udyog Aadhar Memorandum is filed on self-declaration basis and no supporting documents is required to be uploaded or submitted by filing the Udyog Aadhar Memorandum. അതായത് ഉദ്യോഗ് ആധാർ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. അല്ലാണ്ട് വേറൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ ഈ UAM സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. അതാണ് UAMൽ പറയുന്നത്. ബട്ട് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് or such a person may be authorized in the behalf of seek the documentary proof of information provided by the ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം whenever necessary. ഇത് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവരുടെ ബിഹാഫായിട്ട്, അതായത് അവർക്ക്
പ്രൂഫും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയാം, ഉദ്യോഗ് ആധാർ ഈസ് എ ഫെസിലിറ്റി ബൈ വിച്ച് യുവർ കമ്പനി ഗെറ്റ് 12 ഡിജിറ്റ് യൂണിക് ID ആൻഡ് ബിക്കം ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഡിജിറ്റ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇതിന് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് ഈ UAM നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് UAM പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈഡ്ലൈൻസ് ഫോർ ഫയലിംഗ് ദ ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം. Any micro, small, medium enterprises to start out any business unit to get itself registered under the Udyog Aadhar. To registration, owner of the enterprises need to fill the single form of online or offline available at the site of ministry. This form is free of cost and following are the application's details. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഗൈഡ്ലൈൻസ് ഫോർ ഫയലിംഗ് UAM ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോം പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫില്ലപ്പ് ചെയ്യാനും ഫ്രീ ആയിട്ടുള്ളതാണ്. അതേപോലെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ആധാർ നമ്പർ, സെക്കൻഡ് ഈസ് നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, തേർഡ് ഈസ് സോഷ്യൽ കാറ്റഗറി, ഫോർത്ത് വൺ ഈസ് ജെൻഡർ, ഫിഫ്ത്ത് ഈസ് physically handicapped, sixth is name of the enterprises or business, seventh one is type of organization, eighth is PAN, fill 10-digit PAN number, 9th is location of the plant, 10 is office address, 11 is mobile number, 12 is mail ID, 13 is date of commencement of business, 14 is bank account number, 15 is bank IFSC code, 16 is main business activities of the enterprises, 17 point is NIC 2 digital code, 18 point is additional details about business, 19th point is number of employees, and last point is investment in plant and machinery or equipments. These are the guidelines for filing the online Udyog Aadhar form. Then we discussed about the first point, Aadhar number. Aadhar number means fill 12-digit Aadhar number issued to the applicant in the appropriate field. ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആധാർ നമ്പർ എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആളുടെ ആധാർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതായത് ആധാർ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. സെക്കൻഡ് ഈസ് നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, ദാറ്റ് മീൻസ് ഫിൽ നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ് ആസ് മെൻഷൻ ഓൺ ദ ആധാർ കാർഡ്. അതായത് ആരുടെ ആധാർ നമ്പറാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ആധാർ കാർഡിൻ്റെ ഓണറുടെ നെയിം ആയിരിക്കണം നമ്മൾ നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റിൽ കൊടുക്കേണ്ടത്. സെക്കൻഡ് ഈസ് സോഷ്യൽ കാറ്റഗറി, ദാറ്റ് മീൻസ് സെലക്ട് ദ സോഷ്യൽ കാറ്റഗറി ഓഫ് അപ്ലിക്കൻറ്റ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. അതായത് കുറച്ച് സോഷ്യൽ കാറ്റഗറീസ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഫോർത്ത് ഈസ് ജെൻഡർ, ദാറ്റ് മീൻസ് സെലക്ട് ദ ജെൻഡർ ഫ്രം ദ പ്രൊവൈഡഡ് ഓപ്ഷൻ. ദാറ്റ് മീൻസ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് നമ്മൾ ജെൻഡറിനെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ്. ഇപ്പം നമുക്ക് സെലക്ട് ദ സ്റ്റാറ്റസ് ഫ്രം ദ പ്രൊവൈഡഡ് ഓപ്ഷൻ. നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹാൻഡിക്യാപ്റ്റഡ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് നെയിം ഓഫ് ദ എൻ്റർപ്രൈസസ് ഓർ ബിസിനസ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫിൽ ദ നെയിം ഓഫ് ദ ബിസിനസ് ഓർ എൻ്റർപ്രൈസസ് വിച്ച് വിൽ ഗെറ്റ് ദ പ്രിൻറ്റഡ് ഓൺ MSME സർട്ടിഫിക്കറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ MSME സർട്ടിഫിക്കറ്റിൽ നമ്മൾക്ക് എന്ത് പേരാണോ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ആ പേരായിരിക്കണം നമ്മൾ നെയിം ഓഫ് ദ എൻ്റർപ്രൈസസ് ഓർ ബിസിനസ്സിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. Select the type of organization from the given option which is get printed on MSME certificate. നമുക്ക് ആ ഗിവൺ ഓപ്ഷനിൽ ഉള്ള ഇത് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ MSME സർട്ടിഫിക്കറ്റിൽ എന്താണോ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് അത് ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ തന്നെയായിരിക്കണം നമ്മളിവിടെ ടിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് PAN, fill 10-digit PAN number. In case of limited liability partnership or cooperative society or private limited, public limited, the PAN number is optional in case of proprietorship firm or Hindu undivided family partnership firm or self-help groups. അതായത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ
പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ ആയവർക്ക് നമ്മൾക്ക് പാൻ കാർഡ് കൊടുക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇനി ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പാൻ നമ്പർ 10 ഡിജിറ്റുള്ള പാൻ നമ്പർ കൊടുക്കണം എന്നുള്ളത് നെസസറി ആയിട്ടുള്ള കാര്യമല്ല, അത് ഓപ്ഷണലാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ലൊക്കേഷൻ ഓഫ് പ്ലാൻ. ദാറ്റ് മീൻസ് എവിടെയാണോ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഓഫീസ് അഡ്രസ്. പ്രൊവൈഡ് ദ ഓഫീസ് അഡ്രസ് ഇഫ് അഡ്രസ് അതർ ദാൻ പ്ലാൻഡ് ലൊക്കേഷൻ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഓഫീസ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് നമ്മുടെ ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാം. Next is mobile number. Fill the correct mobile number of the applicant. Next point is mail ID. Fill the correct mail ID of the applicant. Next is date of commencement of business. That means fill the date of commencement of the business which will get the printed or MSME certificate. MSME സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത്, അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്നാണോ കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കണം നമ്മളവിടെ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ. ബാങ്ക് അക്കൗണ്ട് നമ്പർ അപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ബാങ്ക് IFSC കോഡ്. ദാറ്റ് മീൻസ് ബാങ്കിൻ്റെ IFSC കോഡ്, അതായത് നമ്മുടെ ചെക്ക് ബുക്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള IFSC കോഡ് എത്രയാണെന്നുള്ളതും കൂടി പ്രൊവൈഡ് ചെയ്യുക. IFSC കോഡ് എപ്പോഴും 11 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് കാറ്റഗറിയാണ് മെയിൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസസ്. സെലക്ട് ദ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ഏതാണോ നമ്മുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് NIC 2 ഡിജിറ്റൽ കോഡ്. സെലക്ട് ദ 2 ഡിജിറ്റ് NIC കോഡ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. കൺസിഡർ യുവർ ബിസിനസ് ആക്ടിവിറ്റി. അതായത് ഡിജിറ്റുള്ള NIC കോഡ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ്. ഫിൽ ദ അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ്. ദാറ്റ് മീൻസ് മാനുഫാക്ചറിങ് ഓഫ് ഫുഡ്, പ്രൊഡക്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എക്സെട്ര. അതായത് നമ്മൾ എന്താണോ അവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ മാനുഫാക്ചറിങ് ഓഫ് ഫുഡായിരിക്കാം, ഫുഡ് പ്രൊഡക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആയിരിക്കാം. അപ്പോൾ അതാണ് നമ്മളവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ്സിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞത് നമ്പർ ഓഫ് എംപ്ലോയീസ്. ദാറ്റ് മീൻസ് ഫിൽ ടോട്ടൽ നമ്പർ ഓഫ് ദ പീപ്പിൾ ഹാസ് ബീൻ എംപ്ലോയിഡ്. ടോട്ടൽ നമ്പർ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത് ഫയൽ ചെയ്യാം. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് ഫിൽ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് made in the plant, machinery and equipments etc. to start your business. അതായത് നമ്മൾ എത്രത്തോളം ടോട്ടലായിട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ബിസിനസ് ഫേം തുടങ്ങാനായിട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ ഒരു SSI യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് MSMEs അല്ലെങ്കിൽ SSI സർട്ടിഫിക്കറ്റിൻ്റെ ബെനിഫിറ്റ്സ്. With the introduction of Udyog Aadhaar, the registration process is simplified. Following are the benefit of registration under Udyog Aadhaar. അപ്പോൾ ഉദ്യോഗ ആധാറിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് പറയാം ഈസി സാങ്ഷൻ ഓഫ് ബാങ്ക് ലോൺസ് അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ബാങ്ക് ലോൺസൊക്കെ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ലൈസൻസ്, അപ്രൂവൽ ആൻഡ് രജിസ്ട്രേഷൻ. നമുക്ക് ലൈസൻസും അപ്രൂവലും രജിസ്ട്രേഷനൊക്കെ ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈസിലി ഗെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടു ആക്സസ് ദ എക്സ്ക്ലൂസീവ് ഗവൺമെൻറ് സബ്സിഡീസ്. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ആക്സസ് ടു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഫോറിൻ എക്സ്പോർട്സ്. ദാറ്റ് മീൻസ് നമുക്ക് ഫോറിനേഴ്സിൽ നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്സൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. The next is special consideration on international trade affairs. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ അതിൽ സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒക്ട്രോയ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഫ്യൂവൽ, ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പറയാം വേവർ ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസൊക്കെ ഈസിലി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എക്സംഷൻ അണ്ടർ ഡയറക്റ്റ് ടാക്സ് ലോയിൽ നിന്ന് നമുക്ക് എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാർകോഡ് രജിസ്ട്രേഷൻ സബ്സിഡി.
നമുക്ക് സബ്സിഡീസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കൗണ്ടർ ഗ്യാരണ്ടി ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ CGSTI, അതായത് നമ്മൾക്ക് കൗണ്ടർ ഗ്യാരണ്ടീസൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ എഗെയിൻ ഡിലേ ഇൻ പേയ്മെൻറ്റ്, നമ്മുടെ പേയ്മെൻറ്റ് ഡിലേയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊട്ടക്ഷൻസൊക്കെ നമ്മൾക്ക് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് വേവർ ഇൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇൻ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ കൺസെഷൻ ഇൻ ഇലക്ട്രിസിറ്റി ബിൽസിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൺസെഷൻസ് ഒക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സൈസ് എക്സംഷൻ, അതായത് നമുക്ക് എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ 50% വെയിറ്റേജ് ഇൻ പ്രൈസ് പ്രിഫറൻസസ്, അതായത് 15% നമുക്ക് പ്രൈസ് പ്രിഫറൻസിൽ വെയിറ്റേജ് കിട്ടും. അതേപോലെ OD എക്സംഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ OD, ഓവർ ഡ്രാഫ്റ്റ് മേലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമുക്ക് എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ 50% സബ്സിഡി ഫോർ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ നമുക്ക് 50% വരെ സബ്സിഡി കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബെനിഫിറ്റ്. MSME യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഈ SSI യൂണിറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് SSI രജിസ്ട്രേഷനെ കുറിച്ച്, അതേപോലെ തന്നെ ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടത്തിനെ കുറിച്ചും അതിൻ്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ചും അതേപോലെ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ച്, ദാറ്റ് മീൻസ് MSMEനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ നോക്കി. അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ നോക്കി. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് MSMEs, പ്രോബ്ലംസ് ഓഫ് MSMEs, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയത് MSMED ആക്ട് 2006, അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006നെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ CGT MSE, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഓഫ് MSMEs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ടെനർ ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് നോക്കിയിരുന്നു. ഫീ ഫോർ ഗ്യാരണ്ടി നോക്കി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് നോക്കി. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നോക്കി. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ എന്താണ് ഗ്രീൻ ചാനൽ സിസ്റ്റം എന്താണെന്ന് നോക്കി. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ സീഡ് ക്യാപിറ്റൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ മണി ലോൺ സ്കീം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിക് യൂണിറ്റ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ. അതേപോലെ തന്നെ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ് നോക്കിയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് 2 കോസസാണ്, ഇൻറ്റേർണൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്സസ് എന്താണെന്ന് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് രജിസ്ട്രേഷൻ ഓഫ് SSI, അതേപോലെ തന്നെ ഉദ്യോഗ് ആധാർ മെമ്മോറണ്ടം, ഗൈഡ് ലൈൻസ് ഫോർ ഫയലിംഗ് ദ ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് ബെനിഫിറ്റ് ഓഫ് MSME ആൻഡ് SSI രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ നമുക്ക് പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.